ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ കൂൾ മമ്മ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന അടിപൊളിയായിട്ടൊരു പാലക്കാട് ട്രഡീഷണൽ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളി എടുത്ത് നമ്മൾ അതിൽ വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് പിഞ്ഞു വയ്ക്കണം. പിന്നെ നമ്മൾ വറക്കാൻ ആവശ്യമുള്ളത് കുരുമുളക്, 2 സ്പൂൺ അളവിൽ ഉഴുന്ന്, പിന്നെ ഒരു 2 വറ്റൽമുളക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. പിന്നെ കായം, പിന്നെ കുറച്ച് ജീരകം, വളരെ കുറച്ച് മതി കേട്ടോ ജീരകം, അത് ഗ്യാസ് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതൊക്കെ എടുത്തു. ആവശ്യത്തിനുള്ള നമ്മൾ കുറച്ച് എണ്ണയും കൂടെ ഇതാക്കിയിട്ട് നന്നായിട്ട് നമ്മൾ അതിൻ്റെ കളറ് മാറി നല്ലൊരു മണം വരുന്നവരെ നമ്മൾ വറുത്ത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ മിക്സിയിലേക്ക് മാറ്റി. പിന്നെ ഒരു പിടിയോളം തേങ്ങ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചവിടെ മാറ്റി വയ്ക്കുന്നു. പിന്നെ ഈ സാധനത്തിന് നിങ്ങൾ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല, അത് ചുണ്ടങ്ങ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് നമുക്ക് വാങ്ങാൻ തന്നെ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളിതിൽ ഇടാൻ പോകുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതില്ലെങ്കിൽ നമുക്കൊരു മരത്തക്കാളി എന്നൊക്കെ പറയില്ലേ, ആ സാധനം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് എന്ത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇതൊന്നും ഇല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതെയും നമുക്ക് വെക്കാൻ പറ്റും. ഓക്കെ, അതൊന്നൊരു ഇഷ്യൂ അല്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇതൊരു ഒരു സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചിട്ട് ഈ ചുണ്ടയ്ക്ക് നന്നായിട്ട് വറുത്ത് കൊടുക്കണം. ഓക്കെ, ഇത് നിങ്ങൾ മരത്തക്കാളിയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ വറക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും അവസാനം നമ്മൾ വറുത്ത് കടുക് വറക്കുന്ന സമയത്ത് ചേർത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നന്നായിട്ടൊന്ന് വറുത്ത് അതിൻ്റെ നിറം മാറുന്ന വരെ തന്നെ വറുത്തിട്ട് നമ്മൾ ഈ പുളിവെള്ളം ഉണ്ടല്ലോ അതിലേക്ക് ഇത് വറുത്ത് വെച്ച സാധനം ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ, കാരണം ഈ ചുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പുള്ളത് കൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ. പിന്നെ അതിനെ കൂടെ നമ്മൾ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ആ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഒരു പിടിയോളം പരിപ്പ് ഞാൻ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേവിച്ച് വെച്ചത് ആ പരിപ്പ് നന്നായി കൈകൊണ്ടോ നമ്മൾ കയ്യിലുകൊണ്ടൊക്കെ ഒന്ന് ഉടച്ച് ചേർത്ത് ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നന്നായി തിളച്ച് ഈ ചുണ്ടെങ്കിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ആ വെന്ത് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നന്നാക്കി അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കടുക് വറുത്തിടാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു ട്രഡീഷണൽ റെസിപ്പിയാണ് കേട്ടോ, പാലക്കാട് അയ്യർ റെസിപ്പി എന്നൊക്കെ പറയാം. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. Stay tuned, subscribe my channel. Bye bye.